നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. മഹാരാഷ്ട്രയിലെ ഗോണ്ടിയയിൽ നടന്ന ഒരു പൊതുയോഗത്തിൽ സംസാരിച്ച ബി.ജെ.പി. അധ്യക്ഷൻ ജെ.പി. നദ്ദയുടെ വാക്കുകൾ ശ്രദ്ധേയമാവുകയാണ്. പ്രതിപക്ഷത്തിന്റെ അഴിമതികളെക്കുറിച്ച് ഓർമ്മിപ്പിച്ച നദ്ദ ഇന്ത്യ സംഘത്തിനെതിരെയും ശക്തമായി വിമർശിക്കുകയുണ്ടായി. അഴിമതിക്കാർ ശിക്ഷിക്കണോ വേണ്ടയോ എന്ന് വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തീരുമാനിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ബി.ജെ.പിക്കെതിരെ അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കുന്ന പ്രതിപക്ഷ പാർട്ടികളെയും നദ്ദ വിമർശിച്ചു. കൽക്കരി കുംഭകോണം, അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്റർ അഴിമതി, അന്തർവാഹിനി കുംഭകോണം, 2G 3G കുംഭകോണം, കോമൺവെൽത്ത് അഴിമതി എന്നിങ്ങനെ കോൺഗ്രസിന്റെ അഴിമതികളെക്കുറിച്ച് നദ്ദ പറയുകയുണ്ടായി. അഴിമതിക്കാരായ അരവിന്ദ് കെജ്രിവാൾ, മനീഷ് സിസോദിയ ഇവരെല്ലാം ഇപ്പോൾ ജയിലിലല്ലേ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അഴിമതി നടത്തുന്നവരുടെ എല്ലാം ഗതി ഇതുതന്നെയാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ബി.ജെ.പിയുടെ 20 വർഷത്തെ ഭരണത്തിന് കീഴിൽ മധ്യപ്രദേശ് പുരോഗമന സംസ്ഥാനമായി മാറി അതിവേഗം വളരുകയും ചെയ്തതിൽ താൻ സന്തുഷ്ടനാണ്. പ്രധാനമന്ത്രി സംസ്ഥാനത്തിന്റെ വികസനത്തിനായി എല്ലാ ശ്രമങ്ങളും നടത്തിയിട്ടുണ്ടെന്നും നദ്ദ പറഞ്ഞു. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തിന്റെ നിർവചനം തന്നെ മാറ്റുകയുണ്ടായി. ജാതി, മതം, വടക്ക്, തെക്ക് എന്നിവരുടെ അടിസ്ഥാനത്തിലൊക്കെയായിരുന്നു രാഷ്ട്രീയം നടന്നിരുന്നത്. കഴിഞ്ഞ 70 വർഷമായി കോൺഗ്രസ് സഹോദരങ്ങളെ പരസ്പരം പോരടിപ്പിക്കാനാണ് പ്രേരിപ്പിച്ചിരുന്നത്. എന്നാൽ പ്രധാനമന്ത്രി ഇതെല്ലാം ഒരു രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.